ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു Aamins കിച്ചൻ. റമദാനിലെ പണിയൊക്കെ എളുപ്പമാക്കാൻ എല്ലാവരും ചെയ്യുന്നതാണ് ഇതുപോലെ സമൂസയൊക്കെ ഒരുപാടാക്കി ഉണ്ടാക്കി ഫ്രീസറിൽ വെക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന സമൂസയുടെ ഫില്ലിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. ഇതുപോലെ ഒരു വലിയ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കണം. ഇനി ഇതിലേക്ക് 2 കപ്പോളം ചെറുതാക്കി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. സവാളയിലേക്ക് അല്പം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഞാനൊരു 30 സമൂസയോളം ഈ ഒരു മസാല വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. സവാള ഒന്ന് നന്നായിട്ട് വഴന്നു വന്ന ശേഷം ഇതിലേക്ക് 1 കപ്പ് ഉരുളക്കിഴങ്ങ് ചെറുതാക്കി അരിഞ്ഞതാണ്. ഇത് പച്ച ഉരുളക്കിഴങ്ങ് തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ചേർത്ത് കൊടുക്കാം. പിന്നീട് 1 കപ്പ് ക്യാരറ്റ് നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെ ഇതിൽ കിടന്ന് തന്നെ വെന്ത് വന്നോളും. പച്ചക്കറികളൊക്കെ ഒന്ന് ചെറുതായി വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ഗ്രീൻ പീസ് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഒരു വിസിൽ കുക്കറിലിട്ട് വേവിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് ഫ്രോസൺ ഗ്രീൻ പീസ് ആണെങ്കിൽ അതുപോലെ ഇട്ട് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് ചിക്കൻ വേവിച്ചതാണ് മിക്സിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1.5 കപ്പോളം ചിക്കൻ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ചിക്കനിലൊക്കെ ഉപ്പ് ചേർക്കുന്നതുകൊണ്ട് തന്നെ മസാലയിൽ ഉപ്പിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അവിലാണ്. അവിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലുള്ള നനവൊക്കെ വലിച്ചെടുത്ത് നല്ല ഡ്രൈ ആയിട്ടുണ്ടാവും മസാല. അതിന് വേണ്ടിയിട്ടാണ് അവിൽ ചേർത്ത് കൊടുക്കുന്നത്. അല്പം മല്ലിയില കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ്. ഇനി മസാലയുടെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം വേണം നമുക്ക് സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സമൂസ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ 2 ടേബിൾ സ്പൂൺ മൈദ അല്പം വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. ഇനി സമൂസ ഓരോ ഷീറ്റും മടക്കി അതിനകത്തേക്ക് ഫില്ലിങ് വെച്ചിട്ട് ഓരോ സമൂസ ഉണ്ടാക്കി വെക്കാം. ഇതിപ്പോൾ ഞാൻ സമൂസ ഷീറ്റ് റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ച ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഹോം മെയ്ഡായിട്ട് സമൂസ ഷീറ്റ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ആ വീഡിയോയും കാണണം. ഒരുപാട് സമൂസകൾ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്കിതുപോലെ സമൂസ ഷീറ്റ് പുറത്തുനിന്ന് വാങ്ങി ഉണ്ടാക്കുന്നതാണ് ഏറ്റവും കൂടുതൽ സമയ ലാഭം ഉണ്ടാവുക. ഇതുപോലെ മുഴുവൻ സമൂസയും ഉണ്ടാക്കിയ ശേഷം എയർ ടൈറ്റ് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഒരു സിപ്ലോക്ക് ബാഗിലോ ആക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. 1-2 ആഴ്ച വരെ ഇത് കേടുകൂടാണ്ട് തന്നെ ഇരിക്കും. ഇനി ഫ്രീസറിൽ വെച്ച സമൂസ ആണെങ്കിൽ 1 മണിക്കൂർ മുമ്പെങ്കിലും പുറത്ത് വെച്ചിട്ട് വേണം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ പുറമേ ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഈ ഇഫ്താറിന് പണികളൊക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരുപാട് സമൂസ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സമൂസ ഫില്ലിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്നെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അതുപോലെ Aamins കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.